ഹായ് മക്കളെ, നാളെയാണ് നമ്മൾ +1 പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ടെൻഷനിലായിരിക്കും. കാരണം നാളെ പബ്ലിക് എക്സാം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. എടാ, ഒന്നും വിഷയമാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മാസങ്ങളോളായിട്ട് ഈ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇപ്പോഴും പല ആളുകളും തകൃതിയായിട്ട് യൂട്യൂബ് ലൈവുകളും ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസും പേപ്പേഴ്സ് നോക്കലും സെറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, റൈറ്റ്? എന്നാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ മഞ്ചത്ത ബജത എന്നുള്ളതാണ്. അതായത് പരിശ്രമിക്കുന്നവൻ എന്തൊക്കെ സംഭവിച്ചാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് എന്താണോ, നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടുണ്ടോ അതിന് റിസൾട്ട് നമുക്ക് എന്തായാലും വരെ തന്നെ ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരിക്കലും മൈൻഡിനെ ടെൻഷൻ ആക്കരുത്. മാക്സിമം കാമായിട്ട് റിലാക്സ് ആയിട്ട് എക്സാമിലേക്ക് പോകാം. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കാം. എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം കൊണ്ടുതന്നെ ഒരു സാധനമാണ് എന്ന് മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് എക്സാമിനേഷനും ടെൻഷനും പേടിയും ഒക്കെ മാറിക്കിട്ടും. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എക്സാമിനേഷന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ നാളത്തെ എക്സാമിന് തൊട്ട് നിർബന്ധമായിട്ടും പാരൻസിനോട് പെർമിഷൻ വാങ്ങുക. അതായത് പാരൻസിനോട് പോയിട്ട് പറയാം, അച്ഛാ അമ്മേ ഞാൻ എക്സാമിനേഷന് പോവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എക്സാം എളുപ്പമാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പാരൻസിനോടൊന്ന് പെർമിഷൻ വാങ്ങിയിട്ടൊന്ന് എക്സാമിനേഷന് പോയി നോക്കി. നാളത്തെ ഡേ അത് നിങ്ങളുടെ ദിവസമായിരിക്കും. ഏറ്റവും മനോഹരമായ ഒരു എക്സാം ആയിരിക്കും നാളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസിൻ്റെ പ്രാർത്ഥന അത് ദൈവം വേഗം സ്വീകരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നന്നായിട്ട് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റായിട്ട് നാളത്തെ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.